गाइस वेलकम बैक टू आवर चैनल। तो हम आ गए हैं सर्वम माया के एक और नए पार्ट के साथ। तो हम लोगों ने देखा कि कैसे जो इशू है वो स्टार्ट करने लगे हैं पूजा, और देखते हैं कि पहले तो यार उन्होंने बहुत ज्यादा अतीस्ट थे, मतलब बहुत स्पिरिचुअल बन चुके हैं। वही बाकी देखते हैं कि पार्ट कैसे होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। 29 मिनट 7 सेकंड चल रहा है। क्या बात है। असिस्टेंट भी कोई और रख दिया ना। प्रॉपर पूजा आ गई, इनको तो करनी ही। इसका भाई भी आ गया, वो तो खुश हो जाएगा जानकर। अपने भाई के साथ इसकी अच्छी बनती है तो हमें पता लगेगा। वाह, इसके भी पेडिग्री आ रहा है। तो चाय भी पी रहा है, वो बोतल से नहीं ले जाने पड़ रही है। वही अपने काम पे भी ध्यान नहीं रहे। पर वो ना वही कनेक्शन जो भगवान के साथ है वो नहीं बन रहा, वो दिखावे वाला है, पैसों के लिए सिर्फ पूजा हो रही है और कुछ नहीं है। പ്രഭേ എടാ ഒരു മിനിറ്റ് ഇപ്പൊ തീരും. ആ പ്രഭേ ഫൈസല് പറഞ്ഞായിരുന്നു, കൺഗ്രാറ്റ്സ്. ബോംബെ എത്തിയ നമ്മളോട് രക്ഷപ്പെടുത്തണേ. ചുമ്മാ അതെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. എന്നാ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്. हाँ कर लो। ആ രൂപേ ഇന്ദു എടാ നീ എവിടെയാ? അന്ന് ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിയിലെ ഒരു മ്യൂസിക് ഡയറക്ടർ വിരാജ് ത്രിവേദി, അങ്ങേർക്ക് അന്ന് ഞാൻ പ്ലേ ചെയ്ത് അയച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ കോൾ സെഷൻ വിളിപ്പിച്ചിരിക്കുക. ആ കൺഗ്രാറ്റ്സ്, അത് കളക്കി. എടാ നാളെ വൈകിട്ട് എന്താ പരിപാടി? പുലർച്ചെ കാടാമ്പുഴയിൽ ഒരു ഗണപതി ഹോമമുണ്ട്. വൈകിട്ട് പിന്നെ ഒരു പടത്തിന് പോകാൻ കരുതി. അയ്യേ, അത് വെറും വേസ്റ്റ് പടമല്ലേ. അതിന് ഏത് പടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറഞ്ഞില്ല. പറഞ്ഞില്ല. वही നാളെ ഒരു പൂജയും കൂടെ പിടിക്കാൻ പറ്റുമോ? സന്ധ്യ കഴിഞ്ഞ മതി. വൻ ഓഫറാ. കൃഷ്ണനുണ്ണി ജ്യൂസിൽ ഇന്ന് വരെ തന്നതിൽ ഏറ്റവും വലുത്. എന്താ സംഭവം? പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന ചെക്കൻ്റെ ദേഹത്തൊരു പ്രേതബാധ. അവൻ എന്തൊക്കെയോ കാണുന്നെന്നോ കേൾക്കുന്നെന്നോ. രൂപ എനിക്ക് ബാധ ഒഴിപ്പിക്കാനൊന്നും അറിഞ്ഞൂടാ. എടാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് മന്ത്രങ്ങളും वही horror sound कर रहा है ये तो। വാട്സപ്പിൽ അയച്ചു തരാം. ബാക്കിയൊക്കെ സുദർശന वही अब कुछ तकड़ा होने वाला है। പൂക്കളും കൂട്ടിക്കൊരു പഞ്ചിന്. ഏത് നേരത്താണ് കുട്ടിയെ രൂപയെന്ന് വിളിക്കാൻ തോന്നിയത്? അത് എന്നോടാണോ ചോദിക്കണ്ടേ? എടാ പ്ലീസ്. ശരി. പിന്നെ 60-40 മാർക്കല്ലേ? ആ ഓക്കെ. എടാ പ്രഭേ, സോറി ഇന്നില്ല. വിരാജ് സാറിന്റെ ये മാനേജർ मान भी गया। പുള്ളി രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് പകല് ഉറക്കം. ഓ കുഴപ്പമില്ല, ഇനി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അതെ, यार बेचारा, इसका देखा जाए इसमें इतना कुछ खास बन तो नहीं रहा। ഓക്കെ ഓക്കെ. ഫിസിയോതെറാപ്പിക്ക് ഏട്ടനെ കാറിൽ പോയാൽ മതി. इसको क्यों कर दिया है भाई? ഉള്ളിൽ കയറി ഇരിക്കാനും എഴുതാക്കാനും ഒക്കെ വലിയ പാടാ. ഓട്ടോ ആവുമ്പോ നല്ല സുഖാ. നിനക്ക് ഇതിന്റെ പൂജയുള്ളതല്ലേ? वाह यार, അല്ല, ഞാൻ തന്നെ ഓടിച്ചു പോടുന്നാണോ? ഓ, എന്തൊക്കെയാ ഓടിച്ചോണ്ട് വരട്ടെ. ചെടിയൊക്കെ ചീത്തയാവൂ. ऑटो ड्राइवर कहाँ गया था? നല്ല സുഖമായിരിക്കും. എനിക്ക് ഇത്തിരി ചെടിപ്രാന്ത് കൊടുത്തേ പോലെ. എന്താ പേര്? ഹിബിസ്കസ് റോസ സിനൻസിസ്. ചൈന റോസ് എന്ന് വിളിക്കും. അതല്ല, തന്റെ പേരെന്താ? ഓ അത് ഹനിമോൻ പോലെ. തനിക്ക് പൂജക്കൊക്കെ പോണ കാർ എടുക്കാട്ടോ. വേണ്ട, ഞാൻ ഈ ഓട്ടത്തിന് പൊക്കോളാം. यार इसका अपने पापा के साथ तो बिल्कुल ही गंदा ही रिलेशन है देखा जाए तो। ഈ
ഈ സമയത്ത് ഇവിടെ എന്ത് പൂജയാണ് തിരുവാനി? ഭഗവത്സേവയാ? ഒരു പ്രേതം ഒളിപ്പിക്കാണ്ട്. भूत प्रेत ये देख रहा असिस्टेंट तो रह गया है खड़ा. अरे वो बोले वो तो डर गया. वही സാധനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് വേണോ? വേണ്ട കൂടുതലാ. ഞാൻ ഡ്രൈവർ. भाग गया वो. वही वही वो तो भाग गया भूत प्रेत का नाम ही सुनकर. ഇവിടെ വെച്ചോട്ടെ. ആ, ഇനി പുൽപ്പായ മാത്രം പോരെ? ആ മതി. 10 മിനിറ്റ് ഞാൻ ആളെ വിളിക്കാം കേട്ടോ. ഓ ദീപ്തി ചേച്ചി 10 മിനിറ്റിനകം റെഡിയാവും. लड़का कैसा है? बहुत बुरा हालात है क्या लड़के के? वही ഒരു ഡിസ്ട്രിക്ട് കോർട്ടിലാണോ? കഴിഞ്ഞ 2 മാസമായിട്ട്. നാട് കുട്ടിക്കാനത്താ. ഈ ഗിറ്റാർ ആരുടെയാ? അത് കുട്ടുവിന്റെയാ. इसको भी गिटार का शौक है. അവൻ നന്നായി പ്ലേ ചെയ്യും. എപ്പോ നോക്കിയാലും ലത ചേച്ചി വിശക്കുന്നു എന്ന് പറയുന്ന കുട്ടിയാ. ഇപ്പൊ അതിനൊന്നും വേണ്ട. ഓ, ഡോക്ടറിനെ കാണിച്ചില്ലേ? बेचारा ऐसा क्या हुआ है? ഡോക്ടർ റാഫേൽ മിടുക്കനാണ്. അദ്ദേഹത്തെ കാണിച്ചു, മരുന്നും കഴിക്കുന്നുണ്ട്. പക്ഷെ വൈഫിന് ഒരേ നിർബന്ധം, പൂജ നടത്തണമെന്ന്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. वो पंडित कोई बोले मुझे इसमें विश्वास नहीं के साथ था. देख रहा इसको तो खुद ही डर लग गया इशू को. ഇരുന്നോളൂ. കുട്ടാ ഇരിക്കും മോനെ. ഇരിക്കടാ. कुट्टू गए तो भाई. കൂടെ ഇരുന്നോളൂ. भाई उसने अपनी मम्मी का हाथ पकड़ा हुआ है. वही എന്ന് മൂലം തുടങ്ങിയത്? ഒരാഴ്ച കഴിഞ്ഞു. രാത്രി കരഞ്ഞോണ്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നതാ. ആരോ അടുത്ത് വന്ന് എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത്രേ. സ്ത്രീയോ പുരുഷനോ? ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ 24 hours ഞാൻ കൂടെ തന്നെ വേണം. ബാത്റൂമിൽ പോകുമ്പോഴും. ഹലോ. कुट्टू को तो बहुत डर लग रहा है. ഓ, भाई अजीब है. वही പോവാണ്. ഒരു ബാധയാണെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. ഈ പൂജ കഴിയുന്നതോടെ അത് ദേഹത്തിൽ നിന്ന് മാറി ബ്രഹ്മത്തിൽ ലയിച്ചോളും. यार देख रहे कैसे बातें कर रहा है. खुद ईश्वर में मानता है, ईश्वर में लीन हो जाएगी. भाई he's ready. सच में भी है, कुछ होगा भी कुट्टू को. मेरे को तो ये देखना है. यार ये लोग तो सब ऐसे विश्वास सब कर रहे serious हो हैं. रहे वही देख रहा वो धुआं ही धुआं. ये इसकी पहली भूत भगाने की वो है पूजा. ओ भाई इसने तो आंखें खोल दी कुट्टू ने तो. भाई कुट्टू ने तो भाई अलग हो रहा है. कुट्टू ना कुछ करेगा क्या ये? भाई ये वो इसने भूत दिखा दिया. അമ്മയുടെ മോനെ इसे तो क्या कर दिया, फूल फेंका बस. दिल्ली बेटा. भाई वो ठीक हो और गया. वो खाने में लग गया. वो खाने में लग गया. കുട്ടി ഓക്കെ ആണോടാ? ഞാൻ പറഞ്ഞതല്ലേ. ये खुद शौक हो गया कि यार भाई ये क्या कर दिया मैंने. और उसको खुद को भी नहीं पता कि
कि उसने कुछ किया भी है या नहीं। പറഞ്ഞു പറഞ്ഞോ. ये लोग तो सारे शॉक थी, क्या किया इसने? ഞാൻ അയച്ചെന്ന മന്ത്രങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അവർ ഡോക്ടറെ കാണിച്ചിരുന്നേ. എനിക്ക് തോന്നുന്ന മെഡിസിൻ എഫക്ട് ഇപ്പോഴായിരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. अरे भाई PDF भेजा था। എന്നാൽ 60,000 രൂപയ്ക്ക് പകരം വക്കീൽ 1,00,000 രൂപ തരണമെങ്കിൽ എന്തോ എന്താ? പൂണൂലിട്ട് പൂജ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഈശ്വരന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് ഞാൻ പൈസ വാങ്ങി ചെയ്യുന്ന തൊഴിലാണ്. അപ്പൊ ഞാൻ എന്നാൽ ആവുന്ന ഇതും ജെന്യുവനായിട്ട് ആത്മാർത്ഥയോടും ചിട്ടയോടും കൂടി എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യണ്ടേ? അത് വേണം. അതാണ് ഈ പറഞ്ഞ പ്രസൻസ്. ഓ ചെല്ലട്ടെ. പിന്നെ നാളത്തെ 3 ദിവസം ബ്രേക്ക് വേണം. അയ്യോ, ഞാൻ 3 പൂജ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് പോലും ബ്രേക്ക്. ഇല്ല 60-40 70-30. ഓക്കെ. അമ്മേ ആ ഫോണിൽ തന്നെ. അവളൊന്നും സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല. भाई साहब देखना ഹലോ. ഇന്നത്തെ ഹോമത്തിലുള്ള വെള്ളിയുടെ രൂപ ഇവിടെ പല ടൈപ്പിലുള്ളതുണ്ട്. ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഏതാ വേണ്ടേ? ഒരു സെക്കൻഡ്. അതിലേറ്റവും ചെറുത്. ഓക്കെ ഇതെടുത്തോ. പിന്നെ തിരുമേനയുടെ വാട്സപ്പ് ഡിപ്പിയിലുള്ള ആ ചൈനക്കാരൻ ഏതാ? ചൈനക്കാരനോ? क्या किया है इसको? അതൊരു ये यार भाई ये तो वो है ना कोरियन हीरो. ഞാൻ വിചാരിച്ചു ആള് മാറിപ്പോയെന്ന്. അപ്പൊ ശരി. ഓക്കെ. താങ്ക് യു. ശരി. वाह जी वाह, इसका तो पैसा कमाने का पूरा धंधा बन रखा है. ഹലോ, പ്രഭേന്ദു അല്ലേ? ഞാൻ ശ്രീകുട്ടൻ, രൂപേഷേട്ടന്റെ പരികർമ്മായിരുന്നു. ഓ 12 വർഷങ്ങൾക്ക് മുന്നേ ഇല്ലത്തുനിന്ന് പൂണൂലും വലിച്ചെറിഞ്ഞിറങ്ങി ഗിറ്റാർ വായിച്ച് നടക്കുന്ന ഒരു കസിനെ കുറിച്ച് രൂപേഷേട്ടൻ പറയാറുണ്ട്. നമ്മളാണല്ലത്. പോരാത്തിന് നിരീശ്വരവാദിയും. ശിവ ആരും അറിയണ്ട. അതുകൊണ്ട് കാശ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലെന്താ? ഞാൻ കൂടെ ഉള്ള എന്നെ തനിക്ക് നല്ലത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. कुछ अलग ही हो रहा है ये तो. मुझे तो सिर चढ़ रहा है। कुछ तो गड़बड़ है। वही एक्सीडेंट हो गया इसका. इसने कुछ उल्ट पुल्ट बोला और इसका एक्सीडेंट हो गया. What the? देखना भाई അറിയാതെ എന്തെങ്കിലും തിരുമേനി എന്നോട് പൊറുക്കണം. വന്നേ. यार मतलब ये तो बहुत ज्यादा शॉकिंग है. इशू ही है ना नेम. वो तो भाई कुछ भी कर रहा है. मतलब मुझे तो ऐसा लग रहा है उसके पास कुछ मैजिकल पावर्स हैं। वही, और उसको खुद को ही नहीं पता. मतलब कि ऐसा ही हुआ है जैसे बेसिकली उसने पूजा करवाई, वो बच्चा ठीक हो गया. हाँ. वो कुट्टू का उसको खुद को पता नहीं लगा ये क्या हुआ है. Exactly. अब वो जो लड़का एक और आया उसको धमकी दे रहा था कुछ और और वो भी उसका एक्सीडेंट हो गया। वही अब जैसे जैसे मूवी आगे बढ़ती है ना इंटरेस्टिंग होती जा रही है. अब Suspense. वही अब देखते हैं कि आगे अगले पार्ट में क्या होने वाला है. और वो भगवान पे इतना विश्वास भी नहीं करता है तो शायद वो करने लग जाए क्या हो. वही तो देखते हैं कि अगला पार्ट कैसे होने वाला है. तो गाइज यही था हमारा रिएक्शन. आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पे नहीं तो सब्सक्राइब करिए. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है तो अगर आप वहां से हमें फॉलो करना चाहते हो तो कर सकते हो. तो मिलते हैं एक और न्यू पार्ट के साथ. तब तक के लिए बाय.